മരണം എങ്ങനെ എവിടെ വെച്ച് നമ്മളെ തേടിയെത്തുമെന്ന് ഒരിക്കലും പ്രവചിക്കാൻ സാധ്യമല്ല. അത്തരത്തിൽ തികച്ചും ആകസ്മികമായാണ് ഇന്നലെ തിരുവനന്തപുരത്ത് ഒരു വീട്ടമ്മയ്ക്ക് മരണം ഏറ്റുവാങ്ങേണ്ടി വന്നത്. ക്യാൻസർ രോഗിയായ ഭർത്താവിന് താങ്ങും തണലുമായിരുന്ന ഈ വീട്ടമ്മയെ വിധി തട്ടിയെടുത്തത് അങ്ങേയറ്റം ക്രൂരമായാണ്. ശരീരം ഞെരിഞ്ഞമർന്ന് മരണത്തിന് കീഴടങ്ങേണ്ട അവസ്ഥ. അവരാ സമയത്ത് അനുഭവിച്ച വേദന ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. കരമന ഐക്കരവിളാകം മസ്ജിദ് റോഡ് ബിസ്മി മൻസിലിൽ നബീസത്ത് എന്ന വീട്ടമ്മയാണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത്. നബീസത്തിന്റെ ഭർത്താവായ കുലശേഖരം സ്വദേശി MK റഫീഖ് അർബുദ രോഗിയാണ്. നഗരത്തിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന റഫീഖിന്റെ രക്തപരിശോധനാ ഫലം വാങ്ങാനായി കുലശേഖരത്തിൽ നിന്നും എത്തിയതായിരുന്നു നബീസത്ത്. തുടർന്ന് ഇന്നലെ രാവിലെ 11:30 തിരിച്ചുപോകാനായി തമ്പാനൂർ KSRTC ബസ് ടെർമിനലിൽ എത്തിയ നബീസത്ത് ബസ് നിർത്തുന്നിടത്തുകൂടെ നടന്നു പോവുകയായിരുന്നു. ഇതിനിടയിലാണ് കാട്ടാക്കട ഡിപ്പോയിലെ ബസ് നിർത്തിയിടാനായി അശ്രദ്ധമായി ഓടിച്ചു കയറ്റിയത്. ഇതിനിടെ ടെർമിനലിലെ തൂണിനും ബസ്സിനും ഇടയിൽപ്പെട്ട നബീസത്ത് ഞെരുങ്ങിയമരുകയായിരുന്നു. തുടർന്ന് യാത്രക്കാർ നിലവിളിച്ചതോടെയാണ് ഡ്രൈവറും കണ്ടക്ടറും ഇത് ശ്രദ്ധിക്കുന്നത്. ശേഷം വണ്ടി പെട്ടെന്ന് അവിടെ നിന്നും മാറ്റുകയും നബീസത്തിനെ ആംബുലൻസിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയുമായിരുന്നു. എന്നാൽ അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നുവെന്നാണ് ഡോക്ടർമാർ അറിയിച്ചത്. സംഭവത്തിൽ ബസ് ഓടിച്ചിരുന്ന ഡ്രൈവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നഗരത്തിൽ കുറച്ചു മുൻപ് സമാന രീതിയിൽ മറ്റൊരു അപകട മരണവും സംഭവിച്ചിരുന്നു. കിഴക്കേക്കോട്ടയിൽ ട്രാഫിക് സിഗ്നലിന് മുന്നിലെ സീബ്ര ലൈനിലൂടെ റോഡ് കുറുകെ കടന്ന ബാങ്ക് ഉദ്യോഗസ്ഥൻ 2 ബസ്സുകൾക്കിടയിൽ ഞെരുങ്ങിയമർന്നാണ് അന്ന് മരണപ്പെട്ടത്. കേരള ബാങ്കിന്റെ കിഴക്കേക്കോട്ടയിലുള്ള റീജിയണൽ ഓഫീസിലെ സീനിയർ മാനേജറായിരുന്ന കൊല്ലം ഇരവിപുരം സ്വദേശി M ഉല്ലാസാണ് അന്ന് മരണപ്പെട്ടത്. ആശുപത്രി നടപടികൾക്ക് ശേഷം നബീസത്തിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. ബസ് ഡ്രൈവറുടെ അശ്രദ്ധയാണ് അപകട കാരണമായതെന്നാണ് തമ്പാനൂർ പോലീസും അറിയിച്ചിട്ടുള്ളത്. മരണപ്പെട്ട നബീസത്തിന് 3 മക്കളാണുള്ളത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.